ഇറാന്റെ ആണവ പദ്ധതികൾക്ക് എതിരെയാണ് അമേരിക്കയും ഇസ്രയേലും. ഇപ്പോഴിതാ ഇറാനുമേൽ ഉപരോധ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഓഗസ്റ്റ് 29-നകം ആണവ പരിപാടി നിയന്ത്രിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചില്ലെങ്കിൽ ഇറാനുമേൽ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. തീരുമാനത്തോടെ ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ 10 വർഷം മുമ്പ് പിൻവലിച്ച ആയുധങ്ങൾ, ആണവ ഉപകരണങ്ങൾ എന്നിവയ്ക്കുമേലുള്ള ഉപരോധങ്ങൾ ഫ്രാൻസും അവരുടെ പങ്കാളികളും വീണ്ടും പ്രയോഗിക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ സംസാരിച്ച ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടാൻ ഉത്തരവിട്ട ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ ആണവ വിഷയത്തിൽ നിന്ന് യൂറോപ്യൻ യൂണിയനെ വലിയ തോതിൽ മാറ്റി നിർത്തിയിരുന്നു. അതിനാൽ യൂറോപ്പിന്റെ സ്വാധീനം വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഈ പുതിയ ഇടപെടൽ എന്നാണ് വ്യക്തമാകുന്നത്. ഈ തീരുമാനം 2015-ലെ ആണവ കരാറിൽ ഒപ്പുവെച്ച യൂറോപ്യൻ രാജ്യങ്ങളായ UK, ഫ്രാൻസ്, ജർമ്മനി എന്നിവയ്ക്ക് ഇറാനുമായുള്ള ചർച്ചകളിൽ മുൻതൂക്കം നൽകും. ജൂണിൽ US ആക്രമണങ്ങൾ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുന്നത് തടയുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ പരിശോധനാ ഏജൻസി ഇറാനിലേക്ക് മടങ്ങി വരണം എന്നാണ് അമേരിക്ക പോലെ തന്നെ യൂറോപ്യൻ ശക്തികളും ആഗ്രഹിക്കുന്നത്. 2015-ലെ ആണവ കരാർ ചർച്ച ചെയ്ത രീതി പ്രകാരം ഒപ്പുവെച്ച മറ്റ് കക്ഷികളായ ചൈനയെയോ റഷ്യയെയോ ഉപരോധങ്ങൾ സ്നാപ്ബാക്കിനെ വീറ്റോ ചെയ്യാൻ അനുവദിക്കുന്നില്ല. എന്നാൽ കൂടുതൽ കൂടിയാലോചനകൾക്ക് സമയം അനുവദിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒക്ടോബറിനപ്പുറം സ്നാപ്ബാക്ക് ചുമത്തുന്നത് മാറ്റിവെക്കാം. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നീക്കം 6 UN പ്രമേയങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് നിർബന്ധമാക്കുന്നു. അതിൽ ഗവേഷണ വികസന തലത്തിൽ ഉൾപ്പെടെ യുറേനിയം സമ്പുഷ്ടീകരണവും പുനഃസംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇറാൻ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതേസമയം ഇറാനെതിരായ ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരാൻ UN-ൽ സമ്മർദ്ദം ചെലുത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വിമർശിച്ചു. ഇറാനിൽ US ആക്രമണം നടത്തിയതിന് തുല്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇത്തരം നടപടിയെന്നും അറാഗ്ചി പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ സ്നാപ്ബാക്ക് സംവിധാനം തുടരുകയാണെങ്കിൽ അത് ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി സംബന്ധിച്ച കാര്യങ്ങൾ ദുഷ്കരമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം തന്നെ അമേരിക്കയുമായി അനാവശ്യ ചർച്ചകളിൽ ഏർപ്പെടാൻ ഇറാൻ തിടുക്കം കാണിക്കുന്നില്ലെന്നും അറാഗ്ചി പറഞ്ഞു. ഇപ്പോൾ ഇറാൻ മുൻഗണന കൊടുക്കുന്നത് രാജ്യത്തിന്റെ താൽപര്യത്തിനാണെന്നും അറാഗ്ചി വ്യക്തമാക്കുന്നു. നയതന്ത്ര പ്രതിനിധികളുമായും അംബാസിഡറുമായുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇത് സംസാരിച്ചത്. ഞങ്ങൾ നിലവിൽ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ്. എല്ലാ വശങ്ങളും തൂക്കി നോക്കിയാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇറാനിയൻ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏത് സാഹചര്യത്തിലും ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും, അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. ഇറാനു നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ രാജ്യത്തിന് നേരെയുള്ളതല്ലെന്നും മറിച്ച് നയതന്ത്രത്തിന് നേരെയുള്ളതാണെന്നും അറാഗ്ചി കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ അമേരിക്ക ഇനിയും ചർച്ചകൾക്കായി സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അവരുടെ ചെയ്തികൾ ഇനി ആവർത്തിക്കില്ലെന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തിടെ നടന്ന യുദ്ധം വീരോചിതമായി രാജ്യം പോരാടിയെന്നും ഈ യുദ്ധത്തിൽ ജയിച്ചത് ഇറാനും ഇറാൻ ജനതയുമാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും യുദ്ധം വിജയിച്ചവർക്ക് ചർച്ചകളെ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.